പാർക്കിംഗ്, കാറുകൾക്ക് പാർക്കിംഗ് ഇല്ല. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത് കാറ് വാങ്ങാൻ തൽക്കാലം പാങ്ങില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാവും. അത് വേണം ചോദിക്കാൻ ടാക്സി ഡ്രൈവേഴ്സും ആ ടാക്സി തന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിലയിൽ ടാക്സി ഡ്രൈവേഴ്സ് അതിസാധാരണക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരനകത്ത് വന്ന് ഗസ്റ്റിനെ വിളിച്ച് പുറത്ത് നിൽക്കുന്ന ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് വരാനും പാടില്ല. ഞാൻ വന്ന ഓട്ടോ ആണത്, അകത്ത് കയറ്റാൻ പറ്റില്ല, അങ്ങനെ പോവുകയാണ്. ഈ ഹോട്ടൽ മാരീഡ് ഗ്രൂപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ലെ മെറിഡിയൻ. ഇതിൻ്റെ മാനേജ്മെൻറ്റാണ് അത്രേ ഈ ഒരു തീരുമാനം എടുത്തത്. മെയിൻറ്റെയിൻ ചെയ്യുന്നതുണ്ടോ ആ ലിഫ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ വളരെ മോശം രീതിയിലാണ് ഈ ഹോട്ടൽ പൊതുവേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടന്ന് വരാൻ പറ്റാത്തത്രയും കാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ അതിസാധാരണക്കാരനാണ് അല്ല. ഈ ഫ്ലോറ് ഈ ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലോറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട റൂമുകളുള്ള ഫ്ലോറാണ്. ഇവിടെ ഇതാണ് അവസ്ഥ. ഈ ഹോട്ടലിൻ്റെ താഴെയിട്ടിരിക്കുന്ന കാർപ്പറ്റ് കണ്ടു കഴിഞ്ഞാൽ പേടിയോ. ഓരോ ഓട്ടോക്കാരൻ്റെ വീട്ടിലും ഇത്രയും മോശം കാർപ്പറ്റ് ഉണ്ടാവില്ല. ഇനി ഈ പ്രൈവറ്റ് റോഡാണിത്, ഇവിടെയും വണ്ടി ദയവേത് പാർക്ക് ചെയ്യരുത്. 2 വീലറുകൾ ഇതിനകത്ത് പാർക്ക് ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഓപ്പറേഷൻസിന് വേണ്ട ചില വണ്ടികളുണ്ടാവും, അപൂർവമായിട്ട്. നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം എന്നുള്ള നിലക്ക് നിൽക്കാം. റിസ്ക്കാണ്, എനിക്കറിയാം. ഞാൻ സാധാരണ ഓട്ടോയിലൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സഞ്ചരിക്കാറ്. ഇവരെന്താ ഇത്ര കുറഞ്ഞ ആൾക്കാരോ ഈ ഹോട്ടലിൽ കയറ്റാതിരിക്കാൻ മാത്രം? എനിക്കറിയാം, റിസ്ക് എടുത്ത് നോക്കാം.